ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ജിമ്മിലോട്ട് പോയാണ്. ജിമ്മിൽ ചെന്നിട്ട് നമുക്ക് ഏത് വർക്കൗട്ടാണെന്നൊക്കെ പറയാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിം ലെവലിംഗ്. നമുക്ക് ഇന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചേച്ചി ഒരു പുതിയ തൊപ്പി വാങ്ങിച്ചു തന്നിട്ടുണ്ട് ഗൈസ്. ഇതിലാണ് നമ്മുടെ മൈക്കിനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഗൈസ്, മൈക്ക് സെറ്റ് ചെയ്തു, എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓളാ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ട്രൈസെപ്സ് ആണ്. ട്രൈസെപ്പ് വർക്കൗട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സ്ട്രെച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓൾറൈറ്റ്, സ്ട്രെച്ചിങ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സ്കൾ ക്രഷേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് വെയ്റ്റ്സ് ആണ് എടുക്കുക. ജസ്റ്റ് വാം അപ്പ് സെറ്റ് അതുപോലെ ചെയ്യാനായിട്ട്. സ്കൾ ക്രഷർ എന്ന് പേര് വരാൻ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. സോ ലെറ്റ്സ് സീ. സ്റ്റാർട്ട് വിത്ത് വാം അപ്പ്. ഇപ്പോൾ നമ്മുടെ വാം അപ്പ് സെറ്റ് കഴിഞ്ഞു. ഇപ്പോൾ സ്കൾ ക്രഷർ എന്ന പേര് വരാൻ കാരണം നമ്മുടെ വെയിറ്റ് കയ്യിൽ നിന്ന് പോയാൽ നമ്മുടെ സ്കള് ക്രഷാകും. സോ അങ്ങനെയാണ് നല്ല പേര് വന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് തുടങ്ങാം. ഓൾറൈറ്റ്, ചേഞ്ച് ഓഫ് വെയ്റ്റ്സ്. നമ്മുടെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സെറ്റ്. ആരും ഇല്ലാത്തതുകൊണ്ട് സുഖമില്ല. പിന്നെ നമ്മളിതും ശീലിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ഒരുമിച്ചായിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്കാകുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഓൾറൈറ്റ്, നമുക്ക് വെയിറ്റ് കുറച്ച് കൂട്ടാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് സെറ്റ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഗൈസ്. നമുക്ക് വർക്കൗട്ടിലോട്ട് നമ്മൾ ഒറ്റയ്ക്കാണ്, അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ട്രൈസെപ്പ് സ്കൾ ക്രഷേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് എന്താ പറയേണ്ടതെന്നില്ല, എനിക്കറിയത്തില്ല. ജസ്റ്റ് വരിക, ആരും ഇല്ലാത്ത സമയത്ത് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുക. ഒരുപാട് കഷ്ടപ്പാടാണ്. എന്ത് ചെയ്യുക, രാത്രി ആയി കഴിഞ്ഞാൽ ഞാൻ പൊതുവേ രാത്രിയാണ് ജിമ്മിൽ വരുന്നത്. രാത്രി സമയങ്ങളിൽ ഇവിടെ ഈ കാണുന്നവരൊന്നുമല്ല, നിറച്ച ആൾക്കാരവിടെ. അപ്പോൾ ആ ടൈമിലൊക്കെയാണ് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കരടിച്ച് ആ സമയത്തൊക്കെ നോക്കുമ്പോൾ റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു, നമുക്ക് വർക്കൗട്ടിലോട്ട് പോകും. അടുത്ത് നമ്മൾ ചെയ്യുന്നത് ടീ ബാർ എക്സ്റ്റൻഷൻ. ടീ ബാർ മേലോട്ട് സെറ്റ് ചെയ്യുക, ടീ ബാർ കണ്ട് ചെയ്യാം. ഇത് എനിക്കിഷ്ടം വെയിറ്റ് കുറച്ചിട്ടിട്ട് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ജസ്റ്റ് ഒക്കെ ചെയ്ത് നേരെ താഴോട്ട് വരിക.
നേരെ ഹോൾഡ് വെച്ചിട്ട് നേരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് നല്ല സുഖമായിട്ട് നല്ല സുഖം കഴിയും. ಹೆಸರೇನು? ಇಲ್ಲ ಹೇಳಿ. ಚೆನ್ನಾಗಿದೆ. ಏನು ವರ್ಕೌಟ್ ಮಾಡ್ತಿದ್ದೆ? ಮಾಡಲ್ವಾ? അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. നമുക്ക് മാക്സിമം എത്ര എടുക്കാൻ പറ്റുമോ നോക്കിയാൽ ഒരു കുറേ വെയിറ്റിങ് എടുത്തിട്ട് കൂട്ടിപ്പിടിച്ചിട്ട് അടിക്കാൻ ശ്രമിക്കാം. ബട്ട് അതൊരു കാര്യമില്ല, കല വരുന്നത് ഗൈസ്. സോ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന വെയിറ്റ്, അതേസമയം നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് എടുത്തിട്ട് മാക്സിമം റെപ്പ് അടിക്കുക. എന്നാലേ നിങ്ങൾക്ക് ഒരു നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. സോ ഈ ഒരു മൂവ്മെൻറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം ഗൈസ്. ആക്ച്വലി അത് എൻഗേജ് ആകുന്നത് സ്ലോ ആൻഡ് സ്റ്റഡിയിൽ കൊണ്ടുവന്നിട്ട് അപ്പോൾ സെയിം സെറ്റിൻ്റെ ഒരു സെറ്റ് കൂടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. സോ ലാസ്റ്റ് അപ്പോൾ ഗൈസ് നമ്മുടെ തേർഡ് സെറ്റ് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ഹാൻഡ് മോഷൻസ് ആണ്. അതിൻ്റെ ഒരു 2 more sets. Last one. അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഒരു 2 more sets നമുക്ക് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അതുകൊണ്ട് ബെല്ലൈക്കൺ അമർത്തി വെച്ചോളുക. സോ വീണ്ടും സന്ധിക്കുന്നവർക്ക്